News, a woman has landed at JFK Airport with a passport from a country that has never existed in our lifetime. Authorities at JFK International Airport are in shock. Tonight, a woman arrived from Tokyo carrying a passport from a nation called Forenza, a place that does not exist on any map of our world. The passport was flawless. Biometric chip, perfect holograms, dozens of stamps from countries that also do not exist. The documents were perfect. Better than perfect. But the country, Forenza, it doesn't exist anywhere. Witnesses say she looked completely ordinary, like any tourist. But when agents told her Forenza isn't real, she froze, then whispered, "Then this isn't my world." She asked me, "Is this America?" I said, "Yes, of course." Then she whispered, "America," like she had landed in the wrong place. Authorities placed her in a secure room under surveillance. She sat calmly for hours. Then she vanished. Cameras show her fading away, like static on a broken television screen. So, who was she? A lost traveler from another dimension? ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. ഇത് പാരലൽ യൂണിവേഴ്സ് യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ തെളിവോ അതോ ടൈം ട്രാവൽ സത്യമാണ് എന്നതിൻ്റെ തെളിവോ? ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കുമോ ഇത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2025 ഒക്ടോബർ 6-ാം തീയതി, നിസ്സഹായയായ വൃദ്ധയായ ഒരു യുവതി അമേരിക്കയിലെ ജോൺ എഫ് കെനഡി എയർപോർട്ടിൽ വരുന്നു. ടോക്കിയോയിൽ നിന്നുമാണ് അവർ വരുന്നത്. അവരുടെ പാസ്പോർട്ട് പക്ഷേ ഇന്നുവരെ ആർക്കും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെതായിരുന്നു, ടൊറാൻസ. കണ്ടാൽ ഒരു 70-80 വയസ്സ് തോന്നിക്കുന്ന ഒരു വൃദ്ധ മുസ്ലിം വേഷധാരിയാണ്. ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം. അന്നേ ദിവസം രാത്രി വന്നെത്തിയ അവരുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ പാസ്പോർട്ട് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു നാട്ടിൽ നിന്നുള്ളതാണ്. ടൊറൻസ എന്ന ആ രാജ്യം ഇന്ന് വരെ ഒരു മാപ്പിലും കണ്ടിട്ടില്ല എന്ന് അധികൃതർക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ആ പാസ്പോർട്ട് കൃത്രിമമായി നിർമ്മിച്ചതോ അല്ലെങ്കിൽ തിരുത്തപ്പെട്ടതോ ആയിരുന്നില്ല. അതിൽ ബയോമെട്രിക് ചിപ്പും ഹോളോഗ്രാമും എല്ലാം കൃത്യമായിരുന്നു. അതിൽ പല രാജ്യങ്ങളുടെയും സ്റ്റാമ്പുകളും പതിപ്പിച്ചിരുന്നു. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അതിൽ ബഹുഭൂരിപക്ഷം സ്റ്റാമ്പുകളും കേട്ടുകേൾവി പോലുമില്ലാത്ത രാജ്യങ്ങളുടേതായിരുന്നു. ആ വൃദ്ധയുടെ പക്കലുണ്ടായിരുന്ന ഡോക്യുമെൻറ്റുകളെല്ലാം കൃത്യമായിരുന്നു. എന്നാൽ അതിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ടൊറൻസ എന്ന രാജ്യം ഒഴികെ. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. എയർപോർട്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു അവർ കാഴ്ചയിൽ തന്നെ സാധുവായ സാധാരണക്കാരിയായിരുന്നു എന്ന്. എന്നാൽ ടൊറൻസ എന്ന രാജ്യം ചുറ്റുമുള്ളവർക്ക് പരിചിതമല്ല എന്നറിഞ്ഞപ്പോൾ മുതലാണ് അവരിൽ പരിഭ്രമം കണ്ടു തുടങ്ങിയത്. അതോടെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെൻ്റെ ലോകമല്ല എന്നായിരുന്നു. ഇത് അമേരിക്കയാണോ? വിറയ്ക്കുന്ന ശബ്ദത്തോടെ സംശയത്തോടെ അവർ ചോദിച്ചു. അതെ, ഇത് അമേരിക്കയാണ് എന്ന് അവിടെയുള്ളവർ മറുപടി പറയുകയും ചെയ്തു. ആ ഒരു ഉത്തരം അവരെ പരിഭ്രമത്തിലാക്കി. അപ്രതീക്ഷിതമായൊരു സ്ഥലത്തേക്ക് വന്നെത്തിയതുപോലെയായിരുന്നു പിന്നീട് അവരുടെ പെരുമാറ്റം. അവർക്ക് ഫോൺ നൽകിയിരുന്നു. പല നമ്പറുകളിലേക്കും അവർ വിളിച്ചു നോക്കിയിരുന്നു. പക്ഷേ ഒരു നമ്പറും കണക്റ്റ് ആയില്ല എന്നാണ് റിപ്പോർട്ട്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി ഒരു മുറിയിലേക്ക് അവരെ കൊണ്ടുപോയി. ആ മുറിയിൽ വെച്ച് അവർ അപ്രത്യക്ഷരായി. ചുമ്മാ അങ്ങ് കാണാതായതല്ല, ചില വീഡിയോകളിൽ നമ്മൾ കാണുന്നത് പോലെ, ടി വിയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു ഗ്ലിച്ച് വരികയും ആ ഗ്ലിച്ചിൽ അവർ അപ്രത്യക്ഷരായി പോവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ആരോ എവിടെയോ ഷൂട്ട് ചെയ്ത് പ്രചരിച്ച ഒരു വീഡിയോയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അമേരിക്കയിലെ പ്രമുഖമായ ഒരു ന്യൂസ് ചാനലിൽ വന്ന ഒരു വാർത്ത 1 മിനിറ്റ് 3 സെക്കൻഡ് ദൈർഘ്യത്തിൽ കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോയെക്കുറിച്ചാണ്. ആരായിരിക്കും ആ സ്ത്രീ? എന്തായിരിക്കും അവർക്ക് സംഭവിച്ചത്? മറ്റൊരു ഡയമെൻഷനിൽ നിന്നും അവർ വന്ന് പെട്ടതാണോ എന്ന ചോദ്യത്തോടു കൂടിയാണ് ആ ഒരു വീഡിയോ അവസാനിക്കുന്നത്. പാരലൽ വേൾഡ് എന്നത് യാഥാർത്ഥ്യമായിരിക്കുമോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാൻ ഫ്രം ടോറഡ് എന്നൊരു വീഡിയോ. മാൻ ഫ്രം ടോറഡ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ ബേപ്പൂർ സുൽത്താൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1954 ടോക്കിയോയിലെ ഹനഡ എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയ ഒരു മനുഷ്യനെ കുറിച്ചാണ് മാൻ ഫ്രം ടോറഡ് എന്ന അനുഭവ കഥ വിശദീകരിക്കുന്നത്.
ടോറഡ് എന്ന കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു നാട്ടിൽ നിന്നുമായിരുന്നു അയാൾ വന്നത്. ഇന്ന് യൂറോപ്പിലെ ആൻഡോറ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ടോറഡ് സ്ഥിതി ചെയ്തിരുന്നത് എന്നായിരുന്നു അന്ന് ആ മനുഷ്യൻ അവകാശപ്പെട്ടത്. ഒന്നുകിൽ ഭാവിയിൽ അവിടെ ടോറഡ് എന്നൊരു നാട് ജനിക്കുമെന്നും ആ ഭാവിയിൽ നിന്നും 1954 ടൈം ട്രാവൽ ചെയ്ത് വന്നതാവാം ഇയാൾ എന്നും, അതേസമയം ടോറഡ് എന്ന രാജ്യമുള്ള മറ്റൊരു പാരലൽ ലോകത്തു നിന്നും വഴിതെറ്റി വന്നതാവാം ഇയാളെന്നും അന്നുള്ളവർ ചർച്ച ചെയ്തിരുന്നതായി പറയുന്നു. അന്ന് യഥാർത്ഥത്തിൽ അങ്ങനൊന്ന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ടൊറൻസ എന്നൊരു രാജ്യം ഉണ്ടായിക്കൂടാ? അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഒരു വൃദ്ധയായ സ്ത്രീക്ക് എന്തുകൊണ്ട് അമേരിക്കയിലേക്ക് വന്നുകൂടാ എന്നുള്ള രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാൻ ഫ്രം ടോറഡ് സംഭവിച്ചതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ്, തെളിവുകളുമുണ്ട്. അങ്ങനൊന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ വരട്ടെ. 1954 അത് സംഭവിച്ചിരിക്കുന്നത്, 1959 അത് സംഭവിച്ചിരിക്കുന്നത്. വർഷം 1-2 മാറിപ്പോവട്ടെ, പക്ഷേ ടൈം ട്രാവലിന് തെളിവുണ്ടോ? പാരലൽ യൂണിവേഴ്സിന് തെളിവുണ്ടോ? മാൻ ഫ്രം ടോറഡ് എന്ന സംഭവം യഥാർത്ഥത്തിൽ നടന്ന മറ്റൊരു സംഭവത്തെ ആസ്പദമാക്കി പടർന്നിട്ടുള്ള ഒന്നാണ്. ജോൺ അലൻ കുച്ചർസെറിഗ്രസ് എന്നൊരു മനുഷ്യനെയാണ് 1959 യഥാർത്ഥത്തിൽ ടോക്കിയോ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അയാൾ അന്ന് ഉപയോഗിച്ചിരുന്ന പാസ്പോർട്ട് ലോകത്തിൽ ആരും കേട്ടിട്ട് പോലുമില്ലാത്ത നെഗോസ് ഹാബിസൺ എന്നൊരു രാജ്യത്തു നിന്നുമായിരുന്നു. ഈ സംഭവത്തിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ഡയമെൻഷനിൽ നിന്നും വന്നതായിരിക്കാം ഇയാൾ എന്ന വാദം അന്നുമുണ്ടായിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ അതങ്ങനെയല്ല എന്ന് തെളിഞ്ഞു. അദ്ദേഹം നല്ലൊരു ഫ്രോഡായിരുന്നു. ഈ പാസ്പോർട്ട് കൃത്രിമമായി നിർമ്മിച്ചതായിരുന്നു എന്ന് തെളിഞ്ഞതിൻ്റെ പേരിൽ അയാൾക്ക് 1 വർഷം തടവും ലഭിച്ചു. ഈ പറഞ്ഞ കഥയിൽ നിന്നും ആസ്പദമാക്കി ഒരൽപ്പം ഫിക്ഷനും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു കഥ മാത്രമാണ് മാൻ ഫ്രം ടോറഡ്. അങ്ങനെയെങ്കിൽ 2025 JFK എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയ വൃദ്ധയായ സ്ത്രീ, അവർ പറഞ്ഞ ടൊറാൻസ എന്ന രാജ്യം അവരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള കേട്ടുകേൾവി പോലുമില്ലാത്ത രാജ്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തായിരിക്കും? എയർപോർട്ടിൽ വന്നിറങ്ങിയ ആ വൃദ്ധയായ സ്ത്രീ, അവരുടെ ഒറിജിനലിനെ വെല്ലുന്ന പാസ്പോർട്ട്, ആ പാസ്പോർട്ടിൽ പതിപ്പിച്ച സ്റ്റാമ്പുകൾ, ഇതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് പറയണമെങ്കിൽ ആ വീഡിയോ എങ്കിലും മിനിമം ഒറിജിനൽ ആയിരിക്കണം. ആ വീഡിയോ ഒരു ന്യൂസ് ചാനലിലും വന്നതായിട്ടുള്ള ഒരു വീഡിയോയുടെ ഭാഗമല്ല. അത് പൂർണ്ണമായും കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഒരു വീഡിയോ ആണ്. പാരലൽ യൂണിവേഴ്സിൻ്റെ തെളിവ്, ടൈം ട്രാവലിൻ്റെ തെളിവ്, ഇൻ്റർ ഡിമെൻഷണൽ ട്രാവലിൻ്റെ തെളിവ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ 101% AI ജനറേറ്റഡ് വീഡിയോ ആണ്. ആ വീഡിയോയുടെ വോയിസ് ഓവറിൽ കേട്ട ആങ്കറിൻ്റെ ശബ്ദം പോലും AI ജനറേറ്റഡ് ആണ്. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ആ ഒരു വീഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളിൽ ചിലരെങ്കിലും അത്ഭുതപ്പെടുത്താൻ ആ ഒരു വീഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിസ്സാരമല്ല. വെറുതെ ചിന്തിക്കാൻ മാത്രം.